ബസ് സ്കൂളിനെ ജനപ്രതിനിധി നൽകിയതാണ്. എന്നാൽ ബസ്സിൽ യാത്ര ചെയ്ത സ്കൂളിലെത്താൻ അവിടെ കുട്ടികളില്ല. എന്നാൽ കുട്ടികളുടെ എണ്ണം കൂടിയത് കാരണം ബസ് എണ്ണം തികയാത്ത സ്കൂളുകളുമുണ്ട്. രണ്ടും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ മണ്ഡലത്തിലാണ്, അടൂരിൽ. തട്ടയിൽ ഒരിപ്പുറത്ത് GLP-GSന് ചിറ്റയം ഗോപകുമാർ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ചതാണ് ബസ്. കോവിഡ് കാലം കഴിഞ്ഞതോടെ ബസ്സിൽ സ്കൂളിലെത്താൻ കുട്ടികളില്ലാതെയായി. അങ്ങനെ ലക്ഷങ്ങൾ ചെലവിട്ട് വാങ്ങി നൽകിയ ബസ് കട്ടപ്പുറത്തായി. പ്രീ പ്രൈമറിയിലടക്കം ഇവിടെ ആകെയുള്ളത് 38 കുട്ടികളാണ്. തട്ട സ്കൂളിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പൂഴിക്കാട് ഗവൺമെന്റ് UPSൽ കാര്യങ്ങൾ നേരെ മറിച്ചാണ്. 800-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 2 ബസ്സുകളുണ്ട്. അതിലൊന്ന് ഓടിത്തളർന്ന് കട്ടപ്പുറത്തും. ബസ്സിൽ വരാൻ താല്പര്യമുള്ള കുട്ടികളുടെ എണ്ണം കൂടിയതോടെ വാഹന സൗകര്യം തികയാത്ത സ്ഥിതി. തട്ട സ്കൂളിൽ വെറുതെ കിടക്കുന്ന ബസ് കിട്ടിയാൽ കൊള്ളാമെന്ന പൂഴിക്കാട്ടുകാരുടെ താല്പര്യത്തിന്റെ കാരണം ഇതാണ്. പൂഴിക്കാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പൂഴിക്കാട് സ്കൂളിൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ്. അതും കൊച്ചു കുട്ടികളാണ് പഠിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാവിലെ 7-7:30 ആകുമ്പോഴത്തേന് അവർ സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് വരേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്കൊരു വാഹനം കിട്ടുവാണെങ്കിൽ പിന്നെ അവരൊരു 8 മണി കഴിഞ്ഞിട്ടൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഇതിപ്പം ഒത്തിരി ചുറ്റി കറങ്ങി 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. എന്നാൽ ബസ് കൊടുക്കാനാകില്ലെന്ന നിലപാടിലാണ് തട്ട ഒരിപ്പുറത്തുകാർ. അധ്യാപകരും അനധ്യാപകരും നാട്ടുകാരും ചേർന്ന് സ്വരൂപിച്ച പണം കൊണ്ട് അടുത്തിടെ വാഹനം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. ഇൻഷുറൻസ് കൂടി പുതുക്കാനുണ്ട്. ശേഷം സർവീസ് തുടങ്ങുമെന്നാണ് ഒരിപ്പുറത്തുകാരുടെ വിശദീകരണം. ഈ ബസ് അവർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവരത് കൊടുക്കാതെ പിന്നെ അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് ഗൗരവമായി പരിശോധിക്കും. കാരണം നമ്മൾ കൊടുത്ത വാഹനം ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമാണ്. അതേസമയം നാട്ടുകാരുടെ പണം കൂടി ഉപയോഗിച്ച് നന്നാക്കിയ വാഹനം കൈമാറിയെന്ന് വന്നാൽ ഉണ്ടാകാനിടയുള്ള പുകിലാണ് ബസ് കൊടുക്കുന്നതിന് അധികൃതരെ തടയുന്നതെന്നാണ് സൂചനകൾ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.